A uniformly charged conducting sphere of 2.4 meter diameter has a surface charge density of 80 microcoulomb per meter square. ചോദ്യത്തിൽ നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ആദ്യം ഒന്ന് പരിശോധിക്കാം. ഒരു സ്പിയർ യൂണിഫോംലി ചാർജ്ഡ് ആയിട്ടുള്ള ഒരു സ്പിയറാണ്. അതിൻ്റെ ഡയമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട്. ഡയമീറ്റർ നമുക്ക് തന്നിട്ടുള്ളത് 2.4 മീറ്ററാണ്. കൂടാതെ സർഫസ് ചാർജ് ഡെൻസിറ്റിയും കൂടി തന്നിട്ടുണ്ട്. അപ്പോൾ സർഫസ് ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത് സിഗ്മ ആയിട്ടാണ് നമ്മൾ സാധാരണ പരിഗണിക്കുന്നത്. അതിൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുള്ളത് 80 മൈക്രോ കൂളോംബ് പെർ മീറ്റർ സ്ക്വയർ എന്നുള്ളതാണ് തന്നിട്ടുള്ളത്. മൈക്രോ കൂളോംബ് പെർ മീറ്റർ സ്ക്വയർ. ആദ്യമായി നമുക്ക് ഇതിനെ മൈക്രോ കൂളോംബിൽ നിന്നും കൂളോംബിലേക്ക് നമ്മൾ മാറ്റേണ്ടതുണ്ട്. അപ്പം സിഗ്മ ഇസ് ഈക്വൽ ടു 80 ഇൻറ്റു 10⁻⁻6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയാവും. അപ്പോൾ അത് കൂളോംബ് പെർ മീറ്റർ സ്ക്വയർ എന്നുള്ള രീതിയിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇനി ചോദ്യത്തിൽ എന്താണ് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളത് നോക്കാം. ഒന്നാമത് ചോദ്യം നോക്കാം. എ, ഫൈൻഡ് ചാർജ് ഓൺ ദ സ്പിയർ. ഈ സ്പിയറിൽ അനുഭവപ്പെടുന്ന ചാർജാണ് നമുക്ക് ആദ്യമായിട്ട് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ചാർജ് കണ്ടുപിടിക്കണമെങ്കിൽ സർഫസ് ചാർജ് ഡെൻസിറ്റി നമുക്ക് തന്നിട്ടുണ്ട്, സിഗ്മ തന്നിട്ടുണ്ട്. അപ്പോൾ സിഗ്മയും ചാർജും തമ്മിലുള്ളൊരു റിലേഷൻ സിഗ്മ ഇസ് ഈക്വൽ ടു ക്യൂ ഡിവൈഡഡ് ബൈ എ എന്നുള്ള രീതിയിൽ പഠിച്ചിട്ടുണ്ട്. അതായത് ചാർജ് ഡിവൈഡഡ് ബൈ ഏരിയ എന്നുള്ള രീതിയിൽ സർഫസ് ചാർജ് ഡെൻസിറ്റി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാം. അല്ലെങ്കിൽ ക്യൂ ഡിവൈഡഡ് ബൈ ഏരിയ എന്ന് പറയുമ്പം ആ സ്പിയറിൻ്റെ സർഫസ് ഏരിയ എന്നുള്ള രീതിയിൽ അതിൻ്റെ ഇക്വേഷൻ നമുക്ക് 4π റേഡിയസ് സ്ക്വയർ അല്ലെങ്കിൽ r സ്ക്വയർ എന്നുള്ള രീതിയിൽ എഴുതാൻ വേണ്ടി സാധിക്കും. ഈ ഇക്വേഷനിൽ നിന്നും ക്യൂവിൻ്റെ ഇക്വേഷൻ നമുക്ക് എഴുതാൻ വേണ്ടി സാധിക്കും. അതായത് ക്യൂ ഇസ് ഈക്വൽ ടു സിഗ്മ ഇൻറ്റു 4π r സ്ക്വയർ എന്നുള്ള രീതിയിൽ എഴുതാൻ വേണ്ടി സാധിക്കും. ഇനി അതിൻ്റെ വാല്യൂസ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സിഗ്മയുടെ വാല്യൂ 80 ഇൻറ്റു 10⁻⁻6 ഇൻറ്റു 4 ഇൻറ്റു പൈയുടെ വാല്യൂ 3.14 ഇൻറ്റു റേഡിയസിൻ്റെ വാല്യൂ നമുക്ക് ഡയമീറ്ററിൻ്റെ വാല്യൂ 2.4 മീറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് അതിൻ്റെ പകുതിയായിരിക്കും. 2.4 ഡിവൈഡ് ബൈ 2 അല്ലെങ്കിൽ 1.2. അത് മീറ്ററിലാണ് തന്നിട്ടുള്ളത്. അതിനെ സ്ക്വയർ ചെയ്യാം. 1.2 ദ ഹോൾ സ്ക്വയർ. ഇതിൻ്റെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്, കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ലഭിക്കുന്ന ആൻസർ 1.45 ഇൻറ്റു 10⁻³ കൂളോംബ് എന്നുള്ളതാണ്. ഇതാണ് ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ. 1.45 ഇൻറ്റു 10⁻³ കൂളോംബ് എന്ന് പറയാം. അല്ലെങ്കിൽ 1.45 ഇൻറ്റു 1.45 മില്ലി കൂളോംബ് എന്നുള്ള രീതിയിലും എഴുതാൻ വേണ്ടി സാധിക്കും. ഇനി ഇതിൻ്റെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ബി, വാട്ട് ഈസ് ദ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ലീവിങ് ദ സർഫസ് ഓഫ് ദ സ്പിയർ. ഇപ്പോൾ ഇവിടെ നമ്മൾ ഇലക്ട്രിക് ഫ്ലക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇലക്ട്രിക് ഫ്ലക്സ് കണ്ടുപിടിക്കാൻ നമ്മൾ ഗോസ് ലോ പ്രകാരം ഫൈയുടെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് ഫൈ ഇസ് ഈക്വൽ ടു ക്യൂ ഡിവൈഡഡ് ബൈ ε0 എന്നുള്ള രീതിയിൽ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിൻ്റെ വാല്യൂസ് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയാവും. ക്യൂയുടെ വാല്യൂ 1.45 ഇൻറ്റു 10⁻³ ഡിവൈഡഡ് ബൈ ε0ൻ്റെ വാല്യൂ 8.85 ഇൻറ്റു 10⁻12. ഈ വാല്യൂസ് ഇതിൽ നിന്നും കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടും. ഫൈ ഈസ് ഈക്വൽ ടു 1.64 ഇൻറ്റു 10⁻8 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ കൂളോംബ് (-1) എന്നുള്ള രീതിയിൽ ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ വാല്യൂ നമുക്ക് ലഭിക്കും. ഇനി അടുത്ത സെക്ഷനിലേക്ക് പോകാം. സി, കാൽക്കുലേറ്റ് ദ ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ദ സ്പിയർ അറ്റ് ദ ഫോളോയിങ് പോയിൻറ്റ്സ്.
അതായത് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. 3 പോയിൻറ്റുകളിലെ കാര്യങ്ങളാണ് കണ്ടുപിടിക്കേണ്ടത്. ഒന്നാമതായി അറ്റ് ദ സർഫസ് ഓഫ് ദ സ്പിയർ, സ്പിയറിൻ്റെ സർഫസിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കണം. സ്പിയറിൻ്റെ സർഫസ്, ഇപ്പോൾ ഇതൊരു സ്പിയർ ആണെങ്കിൽ ഇതിൻ്റെ സർഫസിലാണ് ചാർജ് നിൽക്കുന്നത്. പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഇങ്ങനെയാണ് ചാർജുകൾ ഉണ്ടാവുക. അപ്പോൾ ഈ സ്പിയറിൻ്റെ ഡയമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട്, 2.4 മീറ്റർ തന്നിട്ടുണ്ട്. ഇതിൻ്റെ സെൻറ്റർ പാർട്ടാണ് ഇതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ ചോദ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വാട്ട് ഈസ് ദ ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദ സർഫസ് ഓഫ് ദ സ്പിയർ എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ എഴുതുമ്പം ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റീൻ്റെ ഇക്വേഷൻ ഈസ് ഈക്വൽ ടു സിഗ്മ സർഫസ് ചാർജ് ഡെൻസിറ്റി എന്നുള്ള രീതിയിൽ ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0 എന്നുള്ള രീതിയിലുള്ള ഇക്വേഷൻ യൂസ് ചെയ്താൽ മതിയാവും. സിഗ്മയുടെ വാല്യൂ, എപ്സിലോൺ 0ൻ്റെ വാല്യൂ നമുക്കിവിടെ അറിയാം. സിഗ്മയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചത് തന്നിട്ടുള്ളത് 80 × 10⁻⁻6 ആണ്. ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0ൻ്റെ വാല്യൂ 8.85 × 10⁻12. അപ്പോൾ ഇതിൽ നിന്നും കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വാല്യൂ 9.04 × 10⁻6. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ യൂണിറ്റ് ന്യൂട്ടൺ പെർ കൂളോംബ് എന്നുള്ള രീതിയിൽ എഴുതാൻ സാധിക്കും. ഇനി അതിൽ രണ്ടാമത്തെ ചോദ്യം നോക്കാം. ഇലക്ട്രിക് ഫീൽഡ് അറ്റ് 0.8 മീറ്റർ ഫ്രം ദ സർഫസ് ഓഫ് ദ സ്പിയർ. അപ്പം ഇവിടെ നമുക്ക് സ്പിയറിൻ്റെ റേഡിയസ് നമുക്കിത് ഇവിടെ തന്നിട്ടുണ്ട്. R = 1.2 മീറ്ററാണ് സ്പിയറിൻ്റെ റേഡിയസ്. അപ്പം ഈ റേഡിയസിൽ സർഫസിൽ നിന്നും 0.8 മീറ്റർ ഡിസ്റ്റൻസ് അകലെയുള്ള പോയിൻ്റ്, അപ്പോൾ ഒരു പോയിൻ്റ് ഇവിടെയാണെങ്കിൽ ഇവിടുന്ന് ഇത്രയും ഡിസ്റ്റൻസിലുള്ള, അതായത് ആ ഡിസ്റ്റൻസ് 0.8 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ പോയിൻറ്റിലേക്കുള്ള ഡിസ്റ്റൻസ് എടുക്കുമ്പം സ്മോൾ r = റേഡിയസ് 1.2 മീറ്ററാണ്, പ്ലസ് അതിൻ്റെ കൂടെ ഈ 0.8 മീറ്റർ കൂടി ആഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ലഭിക്കുന്നത് 1.2 + 0.8 എന്നുള്ളത് 2 മീറ്റർ എന്നുള്ള രീതിയിലാണ് ലഭിക്കുന്നത്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് 0.8 മീറ്റർ ഫ്രം ദ സർഫസ് ഓഫ് ദ സ്പിയർ ആണ് നമ്മളിവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് റേഡിയസ് r = 1.2 മീറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൽ നിന്നും സ്മോൾ r കണ്ടുപിടിച്ചപ്പോൾ 2 മീറ്റർ എന്നുള്ള രീതിയിൽ നമുക്ക് ലഭിച്ചു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കും. E = 1/4πε0 × Q / r² എന്നുള്ള രീതിയിൽ എടുക്കാം. നേരത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത പോലെ 1/4πε0ൻ്റെ വാല്യൂ 9 × 10⁻9 ആണ്. ഇൻറ്റു ക്യൂവിൻ്റെ വാല്യൂ നമുക്ക് ലഭിച്ചത് 1.45 × 10⁻³ ഓൾ ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് സ്ക്വയർ. ഡിസ്റ്റൻസ് 2 ആണ്, അതിനെ സ്ക്വയർ ചെയ്യുന്നു, 2² എന്നുള്ള രീതിയിൽ ലഭിക്കും. ഇതിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 3.26 × 10⁻6 യൂണിറ്റ് ന്യൂട്ടൺ പെർ കൂളോംബ് എന്നുള്ള രീതിയിൽ ലഭിക്കും.